നമ്മുടെ ഫേസിലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ പറ്റുന്ന ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു ഫേഷ്യൽ നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്ന ഫേഷ്യൽ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാനിവിടെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല കട്ടയായിട്ടിരിക്കുകയാണ്. ഞാനിത് തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ കട്ടയായിട്ട് കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പം നമ്മൾ ഇതുപോലെ കഞ്ഞിവെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ആ ഒരു കൂളിങ്ങോട് കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിമ്പിളിൻ്റെ ക്ലെൻസിങ് ലോഷനാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ക്ലെൻസിങ് ലോഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫേസ് മസാജ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ഇന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതേപോലെ കുറച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പം നമ്മളൊരു 1 മിനിറ്റ്സോ 2 മിനിറ്റ്സോ വരെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. എങ്കിലാണ് നല്ലൊരു റിസൾട്ട് കിട്ടുക കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ക്ലെൻസിങ് ലോഷനാണ്. നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ നല്ലൊരു റീഫ്രഷ്നെസ് കൊണ്ടുവരാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. അപ്പം ഞാൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മളൊരു സ്ക്രബാണ് കൊടുക്കുന്നത്. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ഈ ഒരു കഞ്ഞിവെള്ളമാണ്. 1 സ്പൂൺ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുക്കുന്നത്. കഞ്ഞിവെള്ളത്തിനോടൊപ്പം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന അരിപ്പൊടിയാണ്. അരിപ്പൊടി 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ കഞ്ഞിവെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്, നല്ലതായിട്ട് കട്ടയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു കഞ്ഞിവെള്ളവും ഈ ഒരു അരിപ്പൊടിയും മാത്രം മതി നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട്. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ക്രീമി ടെക്സ്ചറിലേക്ക് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഞാനിത് സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ചിലരുടെ ഫേസിൽ ലിപ്സിന് സൈഡിലൊക്കെ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. ആ ഒരു പിഗ്മെൻറ്റേഷൻ്റെ സ്ഥലത്തൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ മൂക്കിൻ്റെ സൈഡുകളിലൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു ഫേഷ്യൽ നമ്മൾ ആഴ്ചയിൽ 1 തവണയാണ് ചെയ്യേണ്ടത്. 1 തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്യാം. അപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഒരു മസാജിങ് ആണ്. മസാജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 1 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കഞ്ഞിവെള്ളം 1 സ്പൂണ് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ ഒരു തിക്ക് പേസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ മസാജ് ചെയ്യാനായിട്ട് പോവുകയാണ്.
പുറത്തൊക്കെ പോയി വന്നിട്ട് ഫേസ് നന്നായിട്ട് ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്, അതേപോലെ തന്നെ ടാനൊക്കെ നന്നായിട്ടുണ്ട്, അതേപോലെ ചുളിവുകളൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫേഷ്യൽ എന്താണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതേപോലെ തന്നെ നന്നായിട്ട് മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് കേട്ടോ. ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന ആ ഒരു ഫേഷ്യലിൻ്റെ അതേ റിസൾട്ട് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാനിത് മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി ഞാനിതൊന്ന് തുടച്ചെടുക്കട്ടെ. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന അരിപ്പൊടിയാണ്. 1 സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 1 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ കഞ്ഞിവെള്ളം 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കുക. തിളപ്പിക്കാത്ത പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഫേസിലെ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ്. നമുക്ക് ഇത് ഫേഷ്യൽ അല്ലാതെയും ഫേസ് പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ചെയ്ത് നോക്കാം കേട്ടോ. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ചുളിവുകൾ പാടുകൾ ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആക്കാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഫേഷ്യലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ഇടുക. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്നതാണ് കഞ്ഞിവെള്ളം. ഒരുപാട് പൈസയൊന്നും മുടക്കി വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി ഒരു ഫേഷ്യൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുന്ന ഫേഷ്യലിൻ്റെ അതേ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഇത് ഫേസ് ഒന്ന് തുടച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.